സോ യെസ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നല്ല ഒരു ഗ്രാമീണത നിറഞ്ഞൊരു സിനിമ അല്ലെങ്കിൽ ഒരു ഫാമിലി ഫീൽ ഗുഡ് മൂവി, ഒരു ഫാമിലി എൻ്റർടൈനർ സിനിമയ്ക്കാണ് നിങ്ങൾ ലോഞ്ച് ചെയ്യണമെങ്കിൽ സോമൻസ് സൈഡ് വിസ്കേഴ്സ്, ഇംഗ്ലീഷ് സിനിമയല്ല മലയാള സിനിമയാണ്. സോമൻ്റെ കൃതാവ് എന്ന് പറഞ്ഞ ആളാണ് ഇറങ്ങിയിരിക്കുന്നത്. വിനയ് ഫോർട്ട്, ഫാറ ഷിബില ആൻഡ് ജയൻ ചേർത്തല, ഈ ഒരു 3 പേരും കൂടി തകർത്ത് അഭിനയിച്ചു. ഇവർ 3 പേരെല്ലാം കൂടി ഒരു കക്ഷിയും കൂടി തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. ഇതിൽ സോമൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്ന ഒരു ക്യാരക്ടറുണ്ട്. നടിയുടെ പേര് അനിത എന്നാണ് തോന്നുന്നു, ഓർമ്മയില്ല. എന്തോ ഐ എം നോട്ട് ഗുഡ് വിത്ത് നെയിംസ്, അതുകൊണ്ടാണ്. സോ ഈ 4 പേരും കൂടി തകർത്ത് അഭിനയിച്ച സിനിമയാണ് സോമൻ്റെ കൃതാവ്. എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പടം കണ്ടു തീർന്നപ്പോൾ ഓർമ്മയിലേക്ക് ഓടിക്കേറി വന്നത് നമ്മുടെ പഴയ ജയറാം അന്തിക്കാട് കൂട്ടുകെട്ടിൽ വന്നിരുന്ന ഒരു ഗ്രാമീണത നിറഞ്ഞ സിനിമകളുണ്ടാകും, നല്ല പച്ചപ്പ് നിറഞ്ഞ സിനിമകൾ. അതൊക്കെയാണ് മനസ്സിലേക്ക് ഓടിക്കേറി വന്നത്. കാരണം ഈ സിനിമയിലുടനീളം പുഴകൾ, തോടുകൾ, പച്ചപ്പ്, പാടങ്ങൾ, തെങ്ങും തോപ്പുകൾ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ആൻഡ് സോമൻ ആ ഒരു ക്യാരക്ടർ ഭയങ്കര നാച്ചുറലിസ്റ്റാണ്. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു കക്ഷി. എന്താ പറയുക, ടൂത്ത് പേസ്റ്റ് പോലും ഉപയോഗിക്കാതെ മാവിൻ്റെ ഇല ഉപയോഗിച്ച് പല്ലേക്കുന്ന ഒരു കക്ഷി. വീട്ടിൽ മിക്സി ഗ്രൈൻഡറൊന്നും പാടില്ല, അതെല്ലാം നാച്ചുറലി തരാം അവലൊക്കെ വെച്ച് അടിച്ച് വൃത്തിയാക്കിയിട്ടൊക്കെ വേണം ചെയ്യാനായിട്ട്. സോ എന്താ പറയുക, ഇത് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ടാണ് സോമൻ്റെ അമ്മയ്ക്ക് സോമനോട് ഭയങ്കര ദേഷ്യം. പക്ഷേ ആ ദേഷ്യം നല്ല കോമഡി ആയിട്ടാണ് സിനിമയിൽ ഉടനീളം കാണിച്ചിരിക്കുന്നത്. സോമൻ ഹണിമൂണിന് പോകുമ്പോൾ ഇങ്ങേരുടെ അമ്മ വണ്ടി വിട്ട് അപ്പം തന്നെ പേഴ്സ് എടുത്തുകൊണ്ട് ബേക്കറിയിൽ പോയി നോൺ വെജ് മുഴുവൻ കഴിക്കുന്ന ഒരു സീനുണ്ട്. ചിരിച്ച് മരിച്ചാവും. ആളുടെ ആസ്ഥാനത്തുള്ള കോമഡി ഒരു രക്ഷയില്ല. നൗ വിനയ് ഫോർട്ട് അല്ലെങ്കിൽ സോമൻ്റെ സൈഡ് ഹാഫ് അല്ലെങ്കിൽ ബെറ്റർ ഹാഫ് ആയിട്ടാണ് ശാലിനി വരുന്നത്. ശാലിനിയായിട്ട് അഭിനയിക്കുന്നതാണ് ഫാറ ഷിബില. ആ ഒരു നടീനെ ഞാൻ ആദ്യമായിട്ടാണ് സിനിമാറ്റിക് സ്ക്രീനിൽ കാണുന്നത്. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് എ ഫസ്റ്റ് മൂവി. ചിലപ്പോൾ വേറെ പല സിനിമകളും കടന്നു പോയിട്ടുണ്ടാകും, ശ്രദ്ധിച്ചിട്ടുണ്ടാവത്തില്ല. പക്ഷേ ശാലിനിയുടെ ഇൻട്രഡക്ഷൻ സീൻ ഞാൻ പ്രതീക്ഷിച്ചതും ഞാൻ ചിന്തിച്ചതും ശാലിനിക്ക് ഒരു കോമഡി റോളായിരിക്കും, അല്ലെങ്കിൽ ഫെമിനിസത്തെ കളിയാക്കുന്ന രീതിയിലുള്ള റോളായിരിക്കും എന്നുള്ളതായിരുന്നു. ബട്ട് ടോട്ടലി നോ. ശാലിനിക്ക് എന്താ പ്രോപ്പർ ഒരു സെക്ഷൻ അല്ലെങ്കിൽ പ്രോപ്പർ ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട്. ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഐ മീൻ പെൺപിള്ളേരെ കളിയാക്കുന്ന രീതിയിലല്ല ആ ഒരു ക്യാരക്ടർ സിനിമയിലുടനീളം ചെയ്തു കൂട്ടുന്നത്. കാരണം തുടക്കത്തിൽ സോമൻ്റെയും ശാലിനിയുടെയും ആ ഒരു റൊമാൻറ്റിക് ലൈൻ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത് ശാലിനി ദാറ്റ് ഇസ് സംതിങ് ചെറിയ നട്ട് ലൂസ് ഉണ്ടോ സോമനെ പ്രേമിക്കാനായിട്ടുള്ള സംശയം തോന്നും. ബട്ട് സിനിമ പുരോഗമിക്കുമ്പോൾ കക്ഷി എന്താ പറയുക, സോമന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് അത്രത്തോളം ഉണ്ടെന്നുള്ളത് വെളിവാക്കുന്നുണ്ട്. സോ ആരെയും കളിയാക്കുന്നില്ല സിനിമ. ആൻഡ് ദാറ്റ്സ് വൺ തിങ് ഐ ലൈക്ഡ് അബൌട്ട് ദ മൂവി. സോ 100% റെക്കമെൻഡബിൾ. കാരണം എന്താ പറയുക, എൻ്റെ അച്ഛനമ്മയ്ക്കും ഇപ്പോഴത്തെ കുടുംബ സിനിമകൾ അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കത്തില്ല. കാരണം ബിക്കോസ് ഓഫ് ദ വയലൻസ് ആൻഡ് കോമഡി അത്ര പെട്ടെന്ന് ദഹിച്ചെന്ന് വരത്തില്ല. ബട്ട് ഈ ഒരു സിനിമ തരുന്നത് എന്താ പറയുക, ആ നേരത്തെ പറഞ്ഞ പോലെ പണ്ടത്തെ ആ ഒരു ജയറാം അന്തിക്കാട് കൂട്ടുകെട്ടിൽ വരുന്ന ആ ഒരു പച്ചപ്പ് നിറഞ്ഞ ഒരു സിനിമയാണ് ഓർമ്മയിലേക്ക് വന്നത്. എന്തുകൊണ്ടോ എല്ലാവരും നല്ല രീതിയിൽ ആസ്വദിച്ച് തിമിർത്ത ഒരു സിനിമയാണ്. ആൻഡ് ക്ലൈമാക്സിൽ സോമൻ തരുന്ന ആ ഒരു സ്പീച്ചിൽ ഒരുപാട് എന്താ പറയുക, നമ്മുടെ ജീവിതത്തിലും കോപ്പി ചെയ്യേണ്ട ചില കാര്യങ്ങളുടെ ഇമ്പോർട്ടൻസ് എല്ലാം വ്യക്തമാക്കുന്നുണ്ട്. ആൻഡ് ക്ലൈമാക്സ് കഴിഞ്ഞിട്ട് സോമൻ എടുക്കുന്ന ഒരു എടുക്കുന്ന ഒരു സമരമുണ്ട്. ആ ഒരു കാരണം കോമഡിയൊക്കെ ആയിട്ട് എടുക്കണോ അതോ റിയലിസ്റ്റിക് ആയിട്ട് എടുക്കണോ എന്നുള്ള വളരെ സംശയം തോന്നി. കാരണം ഈ കഥയിൽ സോമൻ്റെ എന്താ പറയുക, സോമൻ്റെ ഭ്രാന്തല്ല, ഈസ് ലൈക്ക് നാച്ചുറലീസ്. ആൾ പറയുന്ന കാര്യങ്ങൾക്ക് അർത്ഥമുണ്ടെന്നുള്ളത് സിനിമ വ്യക്തമാക്കുന്നുണ്ട്. സോ അറ്റ് ദി എൻഡ് ആൾ കക്ഷി പറയുന്ന ആ ഒരു കാരണം, സമരം എടുക്കാനുള്ള കാരണം, ഇറ്റ്സ് ലൈക്ക് ലോജിക്കലി ചിന്തിക്കുമ്പോൾ ഇറ്റ്സ് അട്ടർ റബീഷ്. പക്ഷേ രണ്ടാമതൊന്നും ചിന്തിക്കുമ്പോൾ ഇറ്റ്സ് ഇറ്റ് ദ റീസൺ എന്നൊരു സംശയം ഉള്ളിൽ വെക്കുന്നുണ്ട്. എന്താണെന്നുള്ളത് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സിനിമ കാണാം. എന്നിട്ട് തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക ഗൈസ് എന്ന് പറഞ്ഞുകൊണ്ടായി വൈൻഡിങ് അപ്പ്. അടുത്ത മൂവി റിവ്യൂവിൽ കാണാം. സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ. And as usual, don't forget to enjoy your life, guys. Chill off.